പെണ്ണുങ്ങൾ ലോകത്തില്ലേ എൻ്റെ കുഞ്ഞുമക്കളെ. അവരെ വെറുതെ വിട്ട അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. മോഹൻലാൽ സൈതം പറഞ്ഞില്ലേ, അവരെ പ്രൊഫഷൻ അവർ തിരഞ്ഞെടുത്തോട്ടെ. അവർ പണ്ടേ റീൽസ് ചെയ്യുന്ന ഒരാളാണ്. തീരെ നമ്മൾ ലോക്കലായിട്ട് മാറാൻ പറ്റില്ല. ഭാര്യ എന്നുള്ളൊരു പദവി തന്നെ ഇരിക്കണം. അതാണ് നമുക്ക് ഈ പറയുന്ന ആളുകൾ നമ്മളെ വിശപ്പിനുള്ള ആഹാരം തരുമെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കാം, അവർ പറയുമ്പോൾ അനുസരിക്കാം. ഈ രണ്ട് തള്ളയും മക്കളും എന്തെങ്കിലും ചെയ്തു കളഞ്ഞാലേ ഇവിടെയുള്ള ആ മാധ്യമക്കാർ ആരെങ്കിലും കാണുമോ? മാന്യമായി നമ്മൾ പോയാൽ മാന്യമായി നമുക്ക് ഇവിടെ ഈ ബുക്കുകളും കാണിച്ച് ഇങ്ങനെ ആരാ തുണി കൊടുത്തുകൊണ്ട് പോയാൽ പിന്നെ ആളുകൾ പറയാതെ. സോഷ്യൽ മീഡിയയിലെ മിന്നും താരമായ രേണു സുധിക്ക് നേരെ നിരവധി സൈബർ അറ്റാക്കാണ് ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഭർത്താവ് മരിച്ചാൽ ഭാര്യ വീട്ടിലിരിക്കണമെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ മലയാളികൾക്ക് എല്ലാവർക്കും ഇതേ യോജിപ്പ് തന്നെയാണുള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. രേണു സുധിക്കെതിരെ ഒരുപാട് സൈബർ അറ്റാക്കിംഗ് നടത്തുന്നുണ്ട്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇത്രയെങ്കിലും സൈബർ അറ്റാക്കിംഗ് പുള്ളിക്കാരിക്കെതിരെ നേരിടേണ്ട എന്തെങ്കിലും ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, കാരണം ഭർത്താവ് മരിച്ച ഭാര്യ വീട്ടിലിരിക്കണമെന്നാണ് കുറെ പേര് പറയുന്നത്. അതേപറ്റി എന്താ? അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ഇരിക്കേണ്ട ആവശ്യം ഒട്ടും ഇല്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും സമതല തെറ്റി അവരെന്തെങ്കിലും ഇതായിപ്പോവും. കളി പുറത്തിറങ്ങി അവരെ ഇത് വെച്ച് എന്താണ് അവർക്ക് കഴിവുള്ളത് അതുപോലെ ചെയ്യണം. അങ്ങനെ വീട്ടിലിരിക്കേണ്ടവരല്ലല്ലോ സ്ത്രീകൾ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കണ്ടേ? അപ്പം ഞങ്ങൾ പുറത്തിറങ്ങി ജോലി ചെയ്യണം. ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. എന്താ അഭിപ്രായം അതേപറ്റി? അത് അവരുടെ ഇഷ്ടമല്ലേ. മറ്റൊരാളതിൽ ഇടപെടണ്ട എന്ന് തന്നെയാണ്. എനിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് അതേ അഭിപ്രായം തന്നെ. കാരണം കുട്ടികളെയൊക്കെ നോക്കണം, പിന്നെ സ്വന്തം ലൈഫ് അവർക്ക് എൻജോയ് ചെയ്യണമെന്ന് തോന്നി എൻജോയ് ചെയ്യും. അവർ ആക്ടിങ്ങിലേക്ക് ഇറങ്ങിയതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതൊക്കെ അവരിഷ്ടമല്ലേ, അവർക്ക് ആക്ട് ചെയ്യാൻ ഇഷ്ടമുണ്ട്, അവർ ചെയ്യുന്നു. പക്ഷെ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടാണ് അഭിനയിക്കുന്നൊരു ആരോപണം ഉയരുന്നുണ്ട്, വയറ് കാണിച്ചിട്ട്. അതൊക്കെ അവര് മാത്രമല്ലല്ലോ, ഇപ്പൊ എല്ലാരും ചെയ്യും, അവരും ചെയ്യണം. ഇപ്പൊ ഭർത്താവ് മരിച്ചോണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. അവര് ചെയ്യാൻ, അവർക്ക് ചെയ്യണമെന്നുള്ളത് അവർ ചെയ്യും. ഇരിക്കേണ്ട അറ്റം വരെ ഇരിക്കണം. അത് കഴിഞ്ഞാൽ അവരൊക്കെ പുറത്തിറങ്ങിയല്ലേ പറ്റുമോ? കുട്ടികളെ നോക്കണമെങ്കിൽ എന്തായാലും നോക്കണമെങ്കിൽ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരാളിത് വരുമാനം കൊണ്ട് തന്നെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഒരു വർഷം വരെ ഇരിക്കാതിരിക്കും. സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ പുറത്തിറങ്ങിയാലേ മക്കളെ വളർത്താൻ പറ്റും. അത്ര എനിക്ക് പറയാം. പുള്ളിക്കാരിക്കെതിരെ ഒരുപാട് സൈബർ അറ്റാക്കിംഗ് നടക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ച ഭാര്യ വീട്ടിലിരിക്കണം എന്ന അഭിപ്രായമാണ് പലരും പറയുന്നത്. അതേപറ്റി ആന്റിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. ഭർത്താവ് മരിച്ചാൽ വീട്ടിൽ ഇരിക്കണമെങ്കിൽ ഒന്നിൽ കുടുംബസ്വത്ത് കാണണം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വരുമാനം കാണണം, ഈ മക്കളെ വളർത്തണ്ടേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണണം. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ തൊഴിൽ, ഒരു അഭിനയം ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളാരും തടസ്സം നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് പേര് അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ട്. അവരെങ്ങനെ ഈ സൈബർ അറ്റാക്ക് ഇങ്ങനെ ചെയ്ത് ഈ രണ്ട് തള്ളയും മക്കളും എന്തെങ്കിലും ചെയ്തു കളഞ്ഞാലേ ഇവിടെയുള്ള ആ മാധ്യമക്കാർ ആരെങ്കിലും കാണുമോ? അവർക്ക് എന്തെങ്കിലും പട്ടിണി കിടന്നാൽ ആരെങ്കിലും കൊടുക്കാം. ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയും കള്ളം പറയുന്ന പെണ്ണുങ്ങൾ ലോകത്തില്ലേ എൻ്റെ കുഞ്ഞുമക്കളെ. ഭർത്താവ് മരിച്ചാലും ഉപേക്ഷിച്ച് പോയാലും നമുക്ക് ജോലി ചെയ്യാം. മാന്യമായ ജോലി, മാന്യമായ വസ്ത്രം ധരിച്ചു ജോലി. ഞാനും 19 വർഷം കൊണ്ട് ഭർത്താവ് കളഞ്ഞിട്ട് 2 പെൺകുട്ടികളെ ഞാൻ അയച്ച് ഞാനൊരു അടിപൊളി വീടും വെച്ചു. ഞാൻ വീട്ടു ജോലി ചെയ്താണ് എല്ലാം ചെയ്തത്. മാന്യമായി നമ്മൾ പോയാൽ മാന്യമായി നമുക്ക്. ഇവിടെ ഈ ബുക്കുകളും കാണിച്ച് ഇങ്ങനെ ആരാ തുണി കൊടുത്തുകൊണ്ട് പോയാൽ പിന്നെ ആളുകൾ പറയാതെ. എനിക്കൊരു യോജിപ്പില്ല. നമ്മൾ ഭർത്താവ് മരിച്ചവരെയാണ് ഞങ്ങളതാ ജോലി ചെയ്താണ് ജീവിക്കണത്. ആ വീട്ടിൽ ഇരുന്നാൽ ഈ പറയണവർ കൊണ്ട് തരുമോ? അതാദ്യം ചോദിക്കട്ടെ. ഈ ഇവരൊക്കെ കൊണ്ട് കൊടുക്കുമെങ്കിൽ അവർ വീട്ടിൽ ഇരിക്കണം, നല്ലതാണ്. പിന്നെ നമ്മളിപ്പോൾ നിങ്ങളുടെ കുറ്റം വച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയേണ്ട കാര്യം ഉണ്ടാവും. അത് എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ഈ പറയുന്ന ആളുകൾ നമ്മളെ വിശപ്പിനുള്ള ആഹാരം തരുമെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കാം, അവർ പറയുമ്പോൾ അനുസരിക്കാം. അതല്ലാതെ നമ്മൾ നാട്ടുകാരെ അനുസരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ആഹാരം വേണമെങ്കിൽ നമ്മൾ അധ്വാനിച്ചിട്ടേ കാര്യമുള്ളൂ. സ്വന്തം മക്കൾ തരൂലല്ലോ, പിന്നെയല്ലേ നമ്മൾ മറ്റേ നാട്ടുകാരെ നോക്കാൻ. നമ്മളിറങ്ങി അധ്വാനിക്കണം. നമുക്ക് ആവുന്നുള്ള കാലം വരെ നമ്മൾ അധ്വാനിക്കുക. നാട്ടുകാർ പലതും പറയും. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ആരുടെയെങ്കിലും സംസാരിച്ച പറയോ അവർക്ക് ഇപ്പോൾ അവനാണ് ഇട്ട്. അത് എല്ലാവരും പൊതുവെ നടക്കണമല്ല. അത് നമ്മൾ വേണ്ടി അതിരുന്നാണ്. കുട്ടികളെ വളർത്താൻ വേറെ സമൂഹത്തിൽ ആരും കൊടുക്കൂല. അപ്പം അവൾ ഇറങ്ങിയാൽ മാത്രമേ ആ കുട്ടികളെ വളർത്താൻ പറ്റുള്ളൂ. അതിന് പഠിപ്പിക്കണ്ടേ. അപ്പം പിന്നെ ആ പെൺകുട്ടി പോകുമ്പോൾ ഈ 10 ആളുകൾ ആ കുട്ടി ഇതിലൊക്കെ പോകണുണ്ട്. ആ പോകുമ്പോൾ ആ പെൺകുട്ടിയെ അതും ഇതും പറയുന്നത് തെറ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആ പെൺകുട്ടിയെ പറയുന്നത് തെറ്റാണ്. ഞാൻ ശരിക്കും രേണുവിൻ്റെ വശം നിൽക്കുള്ളൂ. കാരണം ജീവിക്കാൻ വേണ്ടി ആദ്യം നക്ഷത്ര കാശ് കൊടുത്തു. ആരും അറിയാതെ തന്നെ നക്ഷത്ര കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ ആ വരുമാനം നിലച്ചു. പിന്നെ ആ കുട്ടി ആരെ പ്രതീക്ഷിച്ചിരിക്കണം? 2 മക്കളെ വളർത്താൻ നാട്ടുകാരോ ഈ സമൂഹത്തിലുള്ളവരോ കൊടുക്കുമല്ലോ. ആരും കൊടുക്കൂല. അവളെ ഇറങ്ങിയാൽ മാത്രമേ ആ പെൺകുട്ടിക്ക് ആ കുട്ടികളെ വളർത്താൻ പറ്റുള്ളൂ.
ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം നമ്മളെ അനുഭവം വരുന്നാലും ശരി, വേറൊരു പെൺകുട്ടിക്കായിരുന്നാലും ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ജീവിതം ഒന്ന് ഒരു ഇതിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം വഴിമുട്ടിയതുകൊണ്ടായിരിക്കും അങ്ങനെ പോയിട്ടുള്ളത്. അത് പിന്നെ ഒന്ന് പോയി കഴിയുമ്പോൾ ആ കുട്ടിയുടെ അതും ഇതും പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അതൊരു വിഷമാവും. ആ പെൺകുട്ടി അങ്ങനെ പാവം, എനിക്ക് തോന്നുന്ന രേണു പാവമാണ്. രേണുവിനെ പറ്റി അതും ഇതും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ശിക്ഷ ആർക്കെന്നൊക്കെ കിട്ടുക തന്നെ ചെയ്യും. ഈ സുധി എന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ടറിയാം. ഈ സുധിക്ക് ഇഷ്ടംപോലെ കടങ്ങളുണ്ടായിരുന്നു. അതിനെപ്പറ്റി ആരെങ്കിലും സുധി മരിച്ചതിന് ശേഷം അല്ലാതെ അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ സഹായിക്കാമെന്നോ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വരെയാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ ആരെങ്കിലും റിപ്പോർട്ടർമാർ ആരെങ്കിലും ചെന്നിട്ടുണ്ടോ? ഇല്ല. നാട്ടുകാരെങ്കിലും ചെന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ആ കുട്ടിയെ വിടും, വെറുതെ വിടും. അത് എവിടെയെങ്കിലും ചെന്ന് ജീവിക്കട്ടെ. അത് എന്തെങ്കിലും മരണപ്പെട്ടു പോയാലേ മനുഷ്യന് മാനസികമായി വരുമ്പോഴത്തേക്ക് മരണപ്പെട്ടു പോവാം. അതിൻ്റെ കൊച്ചിനെ അന്വേഷിക്കണം, കൊച്ചിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം. പിന്നെ മൂത്ത ചെറുക്കനെ എവരെയായിട്ട് ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തണം. പിന്നെ ഇപ്പോൾ വീട് വെച്ച് കൊടുത്ത് അയാളെ കൂടെ ആ പാവപ്പെട്ട അച്ഛനെ കൂടെ പിന്നെ തകടം മറിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ഉണ്ടാക്കുകയാണ്. അവരെ വെറുതെ വിട്ട് അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. മോഹൻലാൽ സൈതം പറഞ്ഞില്ലേ, അവരെ പ്രൊഫഷൻ അവർ തിരഞ്ഞെടുത്തോട്ടെ, അവർ പണ്ടേ റീൽസ് ചെയ്യുന്ന ഒരാളാണ്, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ 100% അവരാരും അറ്റാക്ക് ചെയ്യാൻ പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഭർത്താവ് മരിച്ച സ്ത്രീക്ക് പിന്നെ ജീവിക്കണ്ടേ? അവരെങ്ങനെ ജീവിക്കും? വീട്ടിലിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഭർത്താവ് മരിച്ചെങ്കിലും ഭാര്യ ആ ഒരു പദവി തന്നെ ഇരിക്കണം. അത് നമ്മളിപ്പോൾ ഉപജീവനം ചെയ്യേണ്ടെന്ന് പറയില്ല. ആ ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് മാറാൻ പാടില്ല. തീരെ നമ്മൾ ലോക്കലായിട്ട് മാറാൻ പാടില്ല. ഭാര്യ എന്നുള്ളൊരു പദവി തന്നെ ഇരിക്കണം. അതാണ് താല്പര്യം. അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അവർക്കുണ്ടല്ലോ, അവർ ചെയ്യട്ടെ. അത് അവരൊരു സ്ത്രീയല്ലേ, സ്ത്രീയാണെന്നും പറഞ്ഞ് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അവരുടെ ഇഷ്ടം അവർ ചെയ്യട്ടെ. ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞിട്ട് അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് കളയാൻ പറ്റുമോ? ഇല്ല ഇല്ല. അവർ ചെയ്യട്ടെ. അവരുടെ കടബാധ്യതകളൊക്കെ നാട്ടുകാർ ഏറ്റെടുക്കുമോ? ഇല്ലല്ലോ. അവർ ചെയ്യട്ടെ, അവർക്ക് തോന്നുന്നത് അവർ ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഹസ്ബൻഡ് മരിച്ചു പോയി എന്ന് വെച്ചാൽ ആ സ്ത്രീക്ക് ഏത് ജോലിയും ചെയ്യാം. അതിപ്പോൾ അഭിനയം ആയാലും വേറെ ഏത് മേഖലയിലാണെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ആ വ്യക്തിക്കുണ്ട്. എനിക്ക് എന്താ പറയാനുള്ളത്? അഭിപ്രായം തന്നെയാണ്. നമ്മൾ ഭർത്താവ് മരിച്ചെന്ന് കഴിഞ്ഞ് ഒതുങ്ങി കൂടിയുള്ള കാര്യമൊന്നുമില്ല. കുഞ്ഞുങ്ങളെ എന്തായാലും നോക്കാം. ഈ ഭർത്താവ് മരിച്ചെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവിടെ ചിലവ് മറ്റു കാര്യങ്ങളൊക്കെ ആരെങ്കിലും കൊടുക്കും. ഒരു ദിവസം 2 ദിവസം എല്ലാവരും സഹായിക്കും. അത് കഴിഞ്ഞ് അവർ സ്വയം കണ്ടെത്തേണ്ടി വരും. ഏത് മേഖല എടുത്താലും രേണുസുധിയെ ഞാൻ വീഡിയോസ് കാണാറുണ്ട്. ആ കുട്ടി ഫേമസ് ആകുമ്പോൾ ചെറിയ നെഗറ്റീവ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ.